ശ്രീ ഹരിദാസ്, ബോംബ് നിർമ്മാണത്തിന് ഡോക്ടർ ജയരാജ് നൽകിയ ന്യായീകരണം എങ്ങനെയുണ്ട്? അതായത് പ്രതിരോധത്തിന് വേണ്ടിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ബോംബ് ഉണ്ടാക്കുന്നത്. നോക്കും, താങ്കൾക്ക് നന്നായിട്ട് അറിയാം, ഈ സ്ഫോടനം നടന്ന സ്ഥലങ്ങളുടെ പേരുകൾ ചേർത്ത് അല്ലേ സഖാക്കൾ എന്ന് വിളിക്കുന്നു. ഈ ധീര രക്തസാക്ഷികൾ, പുല്ലിയോട് സഖാക്കൾ, ചെറ്റക്കണ്ടി സഖാക്കൾ, അങ്ങനെ വളരെ ആദരപൂർവമാണ് ഈ രക്തസാക്ഷികളെ വിളിക്കുന്നത് പോലും അല്ലേ? അതിൻ്റെ വിഷയം എന്താണ്? കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മൾ ഏറെ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് സമയത്ത് ഏപ്രിൽ 5 പുലർച്ചെ നമ്മുടെ കൈവേലിക്കൽ മുളിയാന്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബ് സ്ഫോടനം നടന്നു. ഷെറിൻ കൊല്ലപ്പെട്ടു, വിനോദനും വിനീഷിനും മാരകമായി കണ്ണിനും കൈക്കും പരിക്ക് പറ്റി. അങ്ങനെ 10ഓളം ആളുകളെ പ്രതിചേർക്കപ്പെട്ടു. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ? അവർ സന്നദ്ധ സേവനത്തിന് പോയതാണ്. പിന്നീട് പറഞ്ഞ DYFIയുടെ ഒരു സംഘം ആളുകൾ ആ ബോംബ് നിർമ്മിച്ചതെന്ന് വ്യക്തമായി. DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനമാണ് ബോംബ് നിർമ്മിച്ചത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അവിടുത്തെ സകല കമ്മിറ്റിയും, ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും എല്ലാം ഒരുമിച്ചിരുന്നിട്ടാണ് ബോംബ് നിർമ്മിക്കുന്നത്. അപ്പം അതിന് കാവൽക്കാരായി കുറെ ആളുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടാണ് ബോംബ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അപ്പം അവിടെ DYFIയെ തള്ളിപ്പറഞ്ഞ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദ മാഷ് DYFI തള്ളിപ്പറഞ്ഞു. DYFI കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയല്ല, നിങ്ങൾ സനോജിനോട് പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം CPM ആരെയാണ് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ലഭ്യരാകുന്നതാണ്? CPM തന്നെയാണ് ആവുന്നത്. കാരണം ഇന്നത്തെ ഭരണകൂടത്തിലെ DYFIയുടെ എത്ര നേതാക്കന്മാർ മന്ത്രിമാരായിട്ടുണ്ട്? കഴിഞ്ഞ കാലത്ത് എത്ര മന്ത്രിമാരുണ്ട്? ഈ പറയുന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും MP ഗോവിന്ദനും ഇനി സമീപകാലത്ത് ഒരേ സ്റ്റേജിൽ വരില്ലേ? ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടില്ലേ? DYFIയുടെ പരിപാടിയിൽ MP ഗോവിന്ദൻ വരില്ലേ? എന്നിട്ടാണ് ആ സമയത്ത് പറഞ്ഞ DYFIയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾ പോയിട്ട് DYFIയോട് സനോജിനോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് പ്രകാശൻ എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം അവിടെ ഒരു പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ കാണാം ഫേസ്ബുക്കിൽ. എന്താണ് ഈ പറയുന്ന ഷെറിന് ധീര രക്തസാക്ഷിക്ക് ആദരാഞ്ജലികൾ, അല്ലെങ്കിൽ ധീര രക്തസാക്ഷിക്ക് ചുവപ്പ് പുഷ്പാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട പോസ്റ്റ് ഉണ്ട്. ആരാ ഇട്ടത്? അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പ്രകാശനാണ്. അവിടുത്തെ ബ്രാഞ്ചും ഏരിയയും ഒക്കെ ഈ ബോംബ് നിർമ്മാണത്തിന്റെ കൂടെയാണ്. അവരെ ഒരു വശത്ത് തള്ളിപ്പറയുമ്പോൾ മറുവശത്ത് എല്ലാ സഹായവും ചെയ്യുന്ന CPM ആണ്. CPM DYFI എന്ന് പറയുന്ന പോഷക യുവജന പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ കേസാണ് ഈ ഷെറിന്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഷെറിൻ മരിച്ച സംഭവം. പക്ഷെ CPM ഇതേ DYFIയുടെ കൂടെ എത്ര പരിപാടികൾ ഇനി പങ്കെടുക്കും ഗോവിന്ദൻ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൈവേലിക്കൽ നടന്ന ബോംബ് സ്ഫോടനം നടന്ന ഷെറിൻ കൊല്ലപ്പെട്ട ബോംബ് നിർമ്മാണം നടന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പിന് ശേഷവും ചില ആസൂത്രണപരമായ നീക്കം CPMന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് നമുക്ക് ചില ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ CPM എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഈ സമാധാന അന്തരീക്ഷം ഒരുപറ്റം CPM നേതാക്കന്മാർക്ക് പിടിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. CPM-നും കലാപരാഷ്ട്രീയം വേണം. ഇവിടെ ഈ പറയുന്ന പ്രദേശമൊക്കെ ഒരു സമാധാനത്തോടെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ വെല്ലുവിളിക്കാണ് CPM നേതാക്കന്മാർ. CPM-ന്റെ ഒരുപറ്റം നേതാക്കന്മാർക്ക് ഈ സമാധാനം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് എന്ന് സമീപകാല സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുക. ചില ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് CPM. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞകാല സമാധാനമായ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ബോധ്യപ്പെടുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കൈവേലിക്കൽ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. CPM ഈ സമാധാനത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ CPM, ഞങ്ങൾ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ CPM-ന് പറയാമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സംഘടന പറഞ്ഞിട്ടാണ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിച്ചത്, അതുകൊണ്ട് അവർ ധീര രക്തസാക്ഷികളാണ് എന്ന് അപ്പോഴേ പറയാമായിരുന്നു. ഈ ജയരാജൻ പറയുന്നത് പോലെ പഴയ കളരി സംഭവങ്ങളും ഉണ്ണിയാർച്ചയും ഇത് കുറെ കാലങ്ങളായി കേട്ട് തയമ്പിച്ച ചെവിടുകളാണ് നമ്മളൊക്കെ. ഈ കണ്ണൂർ ജില്ലയെ പറ്റി പരാമർശിക്കുന്ന CPM നേതാക്കന്മാർ പറയുന്നത് എത്രയോ വർഷം മുമ്പേയുള്ള കുടിപ്പക. ആരോട് പക? എത്ര ജനറേഷൻ കഴിഞ്ഞടോ? ഈ കളരി സംഭവങ്ങളൊക്കെ ഇന്നലെണ്ടായതാണോ? ആരോട് കുടിപ്പക? CPM-ന് സകലരോട് കുടിപ്പക. അതിനപ്പുറത്തമായിട്ട് ആർക്കാണ് കുടിപ്പകയുള്ളത്? ആർക്കാണ് ഇതിന് താല്പര്യമുള്ളത്? ഈ ആയുധമെടുത്ത് കലാപമുണ്ടാക്കാൻ ആർക്കാണ് താല്പര്യം? ആർക്കാണ് ബോംബ് നിർമ്മിക്കാൻ താല്പര്യം? ആർക്കാണ് കുഴപ്പമുണ്ടാക്കാൻ താല്പര്യം? ആർക്കാണ് ഈ പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് ആർക്കാണ് താല്പര്യം? CPM ഒഴിച്ച് ഒരു പ്രസ്ഥാനത്തിന് താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് CPM-നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സമാധാന അന്തരീക്ഷം തകർക്കരുത്.
നിങ്ങൾ ഇത്തരം ആളുകൾക്ക് വലിയ വീരപരിവേഷം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇതിന് ആവേശം കൊള്ളുന്ന ആളുകൾ മറ്റു ആൾക്കാർ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് വിശുദ്ധരായി പ്രഖ്യാപിക്കുമ്പോൾ CPM ഇതിനെ വെള്ളപൂശുകയാണ്, ഇതിന് അനുവാദം കൊടുക്കുകയാണ്. ആ അനുവാദമാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് പറയാനുള്ളത് CPM സ്മാരകം നിർമ്മിക്കുന്നത് ഞങ്ങൾ ഇതിൽ ആർക്ക് വേണ്ടി സ്മാരകം നിർമ്മിച്ചോട്ടെ. CPM ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഈ രാജ്യത്ത് എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായ CPM പിരിക്കാനുണ്ടാവില്ല. അതിർത്തിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ CPM സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ക്യൂബയിലോ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും ഇറാഖ് പ്രശ്നം ഉണ്ടായാൽ, ഇറാന് പ്രശ്നം ഉണ്ടായാൽ, പാലസ്തീൻ പ്രശ്നമുണ്ടായാൽ CPM പാട്ടപ്പിരിവ് നടത്തും. ഇവിടുത്തെ ഒരു പ്രശ്നത്തിനും CPM അടുത്ത കാലത്ത് ഇടപെടുന്നില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക CPM. ഭരണവിരുദ്ധ വികാരം CPM-നെ വട്ടിയാടുകയാണ്. CPM ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുസമൂഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം വെള്ളത്തിന്റെയും കറണ്ടിന്റെയും എല്ലാത്തിന്റെയും എന്തിനു പറയുന്നു, ഒരു വീട് നിർമ്മിക്കാൻ ശ്രമിക്കില്ല, പ്ലാന് കൊടുക്കാൻ സാധിക്കില്ല, എല്ലാത്തിനും വില വർദ്ധിപ്പിക്കുക. തൊട്ടതിനൊക്കെ വില വർദ്ധിപ്പിക്കുമ്പോഴും ഇവിടെ കടക്കണിയിലായിട്ട് ഒരു സംസ്ഥാനമായി കേരളം മാറ്റി. അത് പൊതുസമൂഹത്തിനുള്ളിൽ വലിയൊരു അമർഷമുണ്ട്, ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറച്ചു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം. യെസ്, ഡോക്ടർ ജയരാജ്, ഈ സമീപകാലത്ത് കൊല്ലപ്പെട്ട, അതും ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ഷെറിന് ഇനി നാളെ രക്തസാക്ഷി സ്മാരകം ഉയരില്ലേ? ഷെറിന്റെ കേസ് പറയുന്നതിന് മുമ്പ് എനിക്ക് നമ്മുടെ സഖാവ് മോഹൻസി പറഞ്ഞതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഒന്ന്, സഹിഷ്ണുതയുടെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറയുണ്ടായി, ഈ സഹിഷ്ണുതയും ജനാധിപത്യവും ഒക്കെ ഹരിഹരന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. കുറച്ച് ദിവസം പോലും ആയതേ ഉള്ളൂ ഹരിഹരന്റെ ആ പ്രസംഗം, കുപ്രസിദ്ധമായ പ്രസംഗം. അതിനകത്ത് എത്രമാത്രം സഹിഷ്ണുതയുണ്ടെന്നും എത്രമാത്രം ജനാധിപത്യ ബോധമുണ്ടെന്നും എത്രമാത്രം സ്ത്രീകളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെ 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 വ്യക്തമാക്കിയ, പൊതുസമൂഹത്തിന് മുമ്പിൽ എന്താണ് അവരുടെ മനസ്സിലിരിപ്പല്ല. അങ്ങനെയാണ് മണിയാശാന്റെയും അതുപോലെ PK ശശിയുടെയും ഒക്കെ പരാമർശങ്ങൾ, സ്ത്രീകൾക്ക് അവരോടുള്ള ബഹുമാനം, അതെല്ലാം നമുക്ക് അളക്കേണ്ടി വരും ഈ വേദിയിൽ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം, പിന്നെ ഈ മാർക്സിസ്റ്റുകാരാരാണ്, CPM കാരാണ് മാർക്സിസ്റ്റുകൾ എന്ന് ധരിക്കുമെന്ന് SUCA-കാരന് അവകാശപ്പെടുന്നത്, മാവോയിസ്റ്റുകൾ അവകാശപ്പെടുന്നത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMB-കാര് അവകാശപ്പെടുന്നത്, CP ജോണും പ്രേമേന്ദ്രൻ RSP അടക്കം അവകാശപ്പെടുന്ന അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ്. അതുപോലെ RMB അവകാശപ്പെടുന്നതാണ് അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. അങ്ങനെ എല്ലാവർക്കും ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നെ അകത്ത് എന്താണ് പറയുന്നത്. അല്ല ഡോക്ടർ ജയരാജ്, ബോംബ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന CPM ആണോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ? ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞതിന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഇവിടെ ഈ മർദ്ദനം വെക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ്, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. UP ജോസഫിനെ ഇടിച്ചു തെറിപ്പിച്ച വൈസ് ചാൻസലറുടെ കാറ് മറന്നുപോയോ? P രാജീവിന്റെ 2 ഭാര്യയിലും അടിച്ചു പൊട്ടിച്ചത് മറന്നുപോയോ? അദ്ദേഹത്തിന് കേട്ടുകേഴ്വി പോലും ഉണ്ടായില്ല. KN ബാലഗോപാലിന്റെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കൈതല്ലി ഒടിച്ചത്. അതുപോലെ ഗീനാകുമാരി എന്ന് പറയുന്ന SFI പ്രവർത്തകരുടെ തിരുനെറ്റി അടിച്ചു തകർത്ത കരുണാകരന്റെ പോലീസിനെ കുറിച്ച് യാതൊരു ബോധവും അദ്ദേഹത്തിന് ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്, അതോ ഇനി മനഃപൂർവ്വം മറന്നുപോയതാണോ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഈ പറയുന്ന RSSകാര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണോ? അവര് ഈ വെള്ളയിട്ട് നടക്കുന്ന സമാധാന കുഞ്ഞാടുകളാണോ? സമാധാനത്തിന്റെ സംരക്ഷകനാണോ? കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഴുവൻ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുള്ളത് RSSകാരുടെ കൈകൊണ്ട് CPM-കാർ കൊല്ലപ്പെട്ടതാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ വ്യക്തികൾക്കും അറിയാം. അത് മറച്ചു പിടിക്കാനാണ് ബോംബ് നിർമ്മിക്കുന്നതും ബോംബ് ഉണ്ടാക്കുന്നതും. ബോംബ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ബോംബുണ്ട്. നാടൻ ബോംബുണ്ട്, ചെറു പടക്കങ്ങളുണ്ട്. ഇതിനെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ ബോംബ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. RDX ഉപയോഗിക്കുന്നതിനെയും ബോംബ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ജയരാജ് പറയുമ്പോൾ ജയരാജന് അറിയായിരിക്കും അത് നിർമ്മിച്ചുകൊണ്ട്. അതെ, എനിക്കങ്ങനെ നിർമ്മിച്ചൊന്നും പരിചയമില്ല. പക്ഷെ സാമാന്യ വ്യക്തിക്ക് അനുസരിച്ച് ബോംബ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങിന്റെ മലയാള അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അത് ഏത് സാധനത്തിനെയും അങ്ങനെ വിളിക്കാറുണ്ട്. ഉഗ്ര സ്ഫോടന ശക്തിയുള്ളതെന്ന് പറയും, ലഘു സ്ഫോടന ശക്തി. അല്ല ഡോക്ടർ ജയരാജ്, എന്തായാലും പാനൂരിലെ ഓലപ്പടക്കം പൊട്ടിയല്ലല്ലോ ഇവർ രക്തസാക്ഷിത്വം ഭരിച്ചത്, ആണോ? ഏതാണ് ഈ പാനൂരിൽ
ഇപ്പൊ സ്മാരകം പണിതവർക്ക് ഇനിയിപ്പോ നാളെ നിങ്ങൾ സ്മാരകം പണിയാൻ പോകുന്ന അവര് ഓലപ്പടക്കം നിർമ്മിക്കുമ്പോ അല്ലല്ലോ കൊല്ലപ്പെട്ടത്, ആണോ? പടക്കശാലയ്ക്ക് തീ പിടിച്ച ആളുകൾ മരിക്കുന്നില്ലേ? അതുപോലെ ഈ വെടിമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെ വെടിമരുന്ന് കൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉണ്ടാക്കിയത് ആരുടെയെങ്കിലും ദേഹത്ത് പ്രയോഗിക്കാതിരിക്കും, ചിലപ്പോൾ പ്രതിരോധത്തിനുണ്ടാക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചെയ്ത് അല്ല, എന്തുകൊണ്ട് ബോംബ് രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നില്ല CPM? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ ബോംബ് ഉണ്ടാക്കുന്നവരെ, പ്രത്യേകിച്ച് ബോംബ് ഉണ്ടാക്കുമ്പോൾ കൊല്ലപ്പെടുന്നവരെ വിശുദ്ധന്മാരാക്കിയല്ലേ? അവരെ നിങ്ങൾ രക്തസാക്ഷികളാക്കുന്നു, അവർക്ക് നിങ്ങൾ സ്മാരകം പണിയുന്നു. അപ്പൊ അതുവഴി നൽകുന്ന സന്ദേശം എന്താണ്? ഡോക്ടർ ജയരാജ് അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ ഇതുവഴി നൽകുന്ന സന്ദേശം എന്താണ് സമൂഹത്തിന്? നാളെയും നമ്മുടെ അണികൾ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടണം, നിങ്ങൾ സക്രിയമായി സജീവമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. നിങ്ങൾ പിന്നെ ഈ പതാകയ്ക്ക് കീഴിൽ, രക്തപതാകയ്ക്ക് കീഴിൽ നിങ്ങൾ അണിനിരക്കണം. അതുകൊണ്ട് പിന്നെ ചെറുപ്പക്കാർക്കുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഞങ്ങൾ രക്തസാക്ഷി സ്മാരകം പണിയും, നിങ്ങളുടെ പേരിൽ പിരിവ് നടത്തും, കുറേ പണം അടിച്ചു മാറ്റും, കുറച്ച് പണം അവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കും. അതൊക്കെയല്ലേ നടക്കുന്നത് സാർ? നിങ്ങൾക്കിതൊരു കച്ചവടമാണ്, ഇതൊരു ബിസിനസ്സാണ്. ഞാൻ പറയട്ടെ സർദാർ ഭഗത് സിംഗ് പറഞ്ഞത് ബോംബിലും കൈത്തോക്കിലും ഒന്നും അടങ്ങിയിട്ടുള്ളത് ഒന്നും വിപ്ലവമല്ല എന്ന് വിശ്വസിക്കുന്ന, ആ പറഞ്ഞ വാക്കുകൾ അതേപടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ യാതൊരുവിധ അക്രമ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളെ ആക്രമിക്കാനോ പോയിട്ടില്ലാത്ത, ആ സമയം നിരവധി തവണ എനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ RSS BJP നേതാക്കളുടെ ആളുകൾ എന്നെ ആക്രമിച്ചിട്ടുണ്ട്, പലതവണ ആക്രമിച്ചിട്ടുണ്ട്. അത് പറയുന്നതിനൊന്നും എനിക്ക് എതിരൊന്നുമില്ല, കള്ളത്തരമൊന്നുമില്ല. അന്വേഷിച്ച് നോക്കിയാൽ അറിയാം എത്ര തവണ ഞാൻ പല കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് ആക്രമണത്തിന് വിധേയനായിട്ടുണ്ട്. ഡോക്ടർ ജയരാജ്, ബോംബ് നിർമ്മിക്കണം എന്നുള്ള ഒരു ഉപദേശം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ താങ്കൾക്ക്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു പാർട്ടിക്കാരനോ ആരെയും ഉപദേശിക്കാറൊന്നുമില്ല. ഇനി കണ്ണൂർ ജില്ലയിലെ സ്പെഷ്യൽ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിൽ താൽക്കാലികമായി ഇത്തരം കലി അടങ്ങി നിൽക്കുകയാണ്. അതിനെ വീണ്ടും നമ്മൾ തിരികൊളുത്തി കൊടുക്കരുത്, അതിന് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോംബിലും കൈത്തോക്കിലും ഒന്നുകൂടെ അല്ല ജനാധിപത്യം. ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ആര് മുൻകൈ എടുത്താലും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ചെയ്യുകയും അരുത്. ഞാൻ പിന്നെ പറഞ്ഞത് ഒരു പാർട്ടിയെ മാത്രം കോർണർ ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ. ഇതിനിടയിലൂടെ കോൺഗ്രസ്സുകാർ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ, സുധാകരന്റെ ഗുണ്ടകളടക്കം എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ CPM-കാരാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഡിഫെൻഡ്. പക്ഷെ ആരുണ്ടാക്കിയാലും, വെദർ ഇറ്റ് ഈസ് CPM, BJP ഓർ കോൺഗ്രസ് ഓർ RMP, ഏത് പ്രവർത്തനം ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റിയുടെ പാതയിലേക്ക് കൊണ്ടുവരണമെന്നത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വെറ്റിനറി കോളേജിലെ ഈ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത് ആരെ പ്രതിരോധിക്കുമ്പോ നമുക്ക് തുറന്ന് വിളിച്ച് പറയേണ്ടി വരും. അതാണ് വാസ്തവം. ഇതിനെ പ്രേരിപ്പിക്കുന്നവർ ആരായാലും, അത് XY or Z ആയാലും, അവർ രാജാവ് നഗ്നനാണെന്ന് നമുക്ക് പൊതുസമൂഹത്തോട് തുറന്ന് വിളിച്ച് പറയേണ്ടി വരും. ഡോക്ടർ ജയരാജ്, TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ സൂത്രധാരൻ കുഞ്ഞനന്ദനാണ് മാസ്റ്റർ മൈൻഡ്. കണ്ണൂർ ജില്ലയിൽ നടന്ന പല കൊലപാതകങ്ങളുടെയും മാസ്റ്റർ മൈൻഡ് കുഞ്ഞനന്ദനാണ്. അത് കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് അറിയാം, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവസാനം കുഞ്ഞനന്ദൻ പിടിക്കപ്പെട്ടു. കുഞ്ഞനന്ദന് പോലും സ്മാരകം പണിതിരിക്കുന്നു. പാനൂരിൽ വലിയ 2 നില കെട്ടിടമാണ് സ്മാരക മന്ദിരം. നോക്കൂ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അതുവഴി നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ തന്നെ പറയുന്നു പാർട്ടിക്ക് ഇത്തരം കൊലപാതകങ്ങളിൽ പങ്കില്ല എന്ന് പറയുന്നു. ഇന്നും അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറയുന്നില്ല. നിങ്ങൾ അതിനെ മറ്റ് പല രീതികളിലും ഈ TP ചന്ദ്രശേഖരനെ വധിച്ചതിന് പിന്നിൽ മറ്റ് ചിലരാണ്, അതിൽ വർഗീയത പോലും കലർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷേ ഒടുവിൽ പിടിക്കപ്പെട്ടു. എങ്കിൽ അവരെ തള്ളിപ്പറയണ്ടേ? നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നവരുടെ ഇപ്പോൾ ജയിലിലുള്ളവരുടെ കുടുംബത്തിൻ്റെ ചെലവ് മൊത്തം വഹിക്കുന്നത് പാർട്ടിയാണ്. മാത്രമല്ല നമുക്കറിയാം ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ വിയ്യൂർ ജയിലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തിയത് അവർക്ക് പിന്നെ ജയിൽ വാർഡന്മാരുടെ മർദ്ദനമേറ്റു എന്നറിഞ്ഞ് അവിടെ ഓടിയെത്ത ആരാ?
ഇപ്പോഴത്തെ മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് കൊടിസുനി, കിർമാണി മനോജ് പോലുള്ള ക്രിമിനലുകളുടെ സംരക്ഷണയ്ക്കായി നിങ്ങൾ എന്തിനാണ് ഓടിയെത്തുന്നത്? ഒരു ഘട്ടത്തിൽ ഇത്തരം ആളുകളൊക്കെ ചിലപ്പോൾ പാർട്ടി പ്രവർത്തകരായിരുന്നിരിക്കണം, അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങളായിരിക്കണം. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇവര് പാർട്ടിക്ക് അതീതമായിട്ട് വളരുകയും ഇവരുടേതായ അക്രമ പ്രവർത്തനങ്ങൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അവിടെയാണ് പറയേണ്ടത്. ഇവരൊക്കെ ഞങ്ങളുടെ കൂടെയുള്ളവരാണ്. നോക്കൂ, ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം, അതിൽ ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് ആരാ? അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയെ പോലെ ഒരു സിറ്റിങ്ങിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വക്കീലന്മാരാണ്, അഭിഭാഷകരാണ് ഹാജരായത്. എവിടുന്നാണ്? കൊടിസുനിയും കിർമാണി മനോജും ഒക്കെയാണോ അവർക്ക് പണം കൊടുത്തത്? വക്കീൽ ഫീസ് കൊടുത്തതാണോ? പാർട്ടിയല്ലേ സാർ എണ്ണി കൊടുത്തത്? അത് അന്വേഷിച്ച് കണ്ടെത്താനിരിക്കുന്നു. അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡോക്ടർ ജയരാജ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൊലപാതകമാണ്. എല്ലാ കൊലപാതകങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം പ്രത്യേകം എടുത്ത് പറയുന്നതിന്റെ കാരണം ആ മർഡർ ചെയ്ത രീതി, മുഖം പോലും വ്യക്തമാക്കാത്ത രീതിയിൽ, അത്രയും വികൃതമായ രീതിയിൽ. കാരണം ഇത് ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പൊ ഇന്ത്യൻ സോൾജേഴ്സ് ഒക്കെ പാകിസ്ഥാനിൽ പോകുമ്പോൾ തലവെട്ടിയെടുക്കുകയും മുഖം വികൃതമാക്കുകയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കബന്ധങ്ങളെ വെട്ടിമാറ്റുകയൊക്കെ ചെയ്യുന്നെന്ന്, അങ്ങനെ സൈനികരുടെ ഇത് തിരിച്ചയക്കാറുണ്ടെന്നും, നമ്മൾ അതിനുശേഷം വീട്ടുകാരെ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിവിടെ ക്രിമേറ്റ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്നവരല്ലല്ലോ അങ്ങനെ ചെയ്തത്. 51 വെട്ടി കൊന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നവരല്ലല്ലോ, നിങ്ങളുടെ പാർട്ടിയുടെ ആളുകളല്ലേ. അവർക്ക് വീരപരിവേഷം ഇപ്പോഴും കൊടുക്കുന്നത് ആരാ? അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതിലൊരു കൊലയാളിയുടെ കല്യാണത്തിന് പിന്നെ ആരാ പോയി നിന്നത്? നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ഷംസീർ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ്, ഇവരെല്ലാം ആണല്ലോ പൂർണ്ണമായിട്ടും അവർക്ക് പിന്തുണ കൊടുക്കുന്നത്. ഇപ്പോഴും അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതുള്ള കാര്യം എനിക്ക് അതിന്റെ വാസ്തവം എന്തായാലും അറിയില്ല, അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, ഇത് വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്, ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്തതാണ്. അത് എല്ലാ കൊലപാതകങ്ങളും അങ്ങനെ തന്നെയാണെങ്കിലും. അല്ല, അങ്ങനെയാണെങ്കിൽ ബോംബ് രാഷ്ട്രീയത്തെ തള്ളിപ്പറയുകയല്ലേ വേണ്ടത്? ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുക വഴി നൽകുന്ന മെസ്സേജ് എന്താണ്? സന്ദേശം എന്താണ്? ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, കൊലയാളികൾക്കൊപ്പമാണ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയല്ലേ? അതല്ല, ഇപ്പൊ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി കുറെ വർഷങ്ങളായിട്ട് യാതൊരുവിധ രാഷ്ട്രീയ കൊലപാതകങ്ങളും പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും നടക്കുന്നുമില്ല. അങ്ങനെ സമാധാനമുള്ള ഒരു സാഹചര്യത്തിൽ ഈ സാധനം നമ്മൾ വീണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പകയെ ഉണർത്തി വിടുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളാണ് കുറ്റക്കാർ. ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തമസ്കരിക്കണം എന്നായിരിക്കും സഖാവ് ജയരാജ് പറഞ്ഞു വെക്കുന്നത്. നല്ല കാര്യം. വേണ്ടിയിട്ടായിരിക്കണം, ഇത് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ ഒരാളെ അക്യൂസ് ചെയ്യാനോ ഒരു പാർട്ടിയെ ചെറ്റെ പറ്റിക്കാനോ വേണ്ടി. അത് അവസാനിപ്പിക്കണമെങ്കിൽ ആര് മുൻകൈ എടുക്കണം? കേരളം ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയല്ലേ മുൻകൈ എടുക്കേണ്ടത്? അവിടെയാണ് പാർട്ടി വീണ്ടും ഇവർക്ക് സ്മാരകം പണിതുകൊണ്ട് ഒരു തെറ്റായ സന്ദേശം നൽകുന്നത്. അതിനിടവരുത്തരുത് എന്നാണ് ഡോക്ടർ ജയരാജ് പറയുന്നത്. ഉത്തരവാദിത്തമുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ട്, കൊലപാതക രാഷ്ട്രീയം കളിക്കുന്ന ഏവർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരുമിച്ച് ആരായാലും ഉത്തരവാദികള് പാനൂരിലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പൊട്ടിത്തെറിച്ചത്, അതിന്റെ ഉത്തരവാദികൾ ആരാണ്? അതെ, ഡോക്ടർ ജയരാജ് മറുപടിയില്ലേ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജയരാജ് അതാണ് ചോദിക്കുന്നത്. ഈയിടെ കൊല്ലപ്പെട്ട മോൻസിക്ക് നാളെ, ഈയിടെ കൊല്ലപ്പെട്ട ഷെറിന് നാളെ ഒരുപക്ഷെ ഇതുപോലെ രക്തസാക്ഷി മന്ദിരം, സ്മാരക മന്ദിരം നിങ്ങൾ ഉയർത്തില്ലേ, പണിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അറിയില്ല, വി ക്യാൻ വെയിറ്റ് ആൻഡ് സീ എന്ന് എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, ശ്രീ മോൻസി, പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെ അല്ലാതെ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുമോ?
പാർട്ടി നേതൃത്വം എപ്പോഴും പറയുന്നത് എന്താ? കൈയൊഴിയുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇത് പ്രാദേശികമായിട്ട് എന്തൊക്കെയോ നടക്കുന്നു, കുറേ ചെറുപ്പക്കാർ അതിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്കതിൽ ബന്ധമില്ല എന്ന് പറയുന്നു. നേതൃത്വത്തിൻ്റെ വ്യക്തമായ അറിവോടെ അല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു താങ്കൾ കരുതുന്നുണ്ടോ? അതായത് ഞാൻ ഈ ചോദിച്ചതിന് മറുപടി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഡോക്ടർ ജയരാജ് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, ഇവിടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, അവരൊന്നും എല്ലാവരും ആ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നാണ്. വേണ്ട, നിങ്ങൾ ഞങ്ങളെ RMPIയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂട്ടണ്ട. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ജനങ്ങളെ വെറുപ്പിക്കുന്ന കാര്യത്തില് നിലവിലെ CPM മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. അതാണ് പ്രശ്നം. ഞാനിത് പറയുമ്പോ ഈ KS ഹരിഹരന്റെ 2 ദിവസം മുൻപുണ്ടായ ഒരു പ്രസംഗത്തിലെ നാക്കുപിഴയുമായി ബന്ധപ്പെട്ട് ഒരു മണിക്കൂറിനകത്ത് ഒരു മിനിറ്റ് അതേ പറയട്ടെ, മോൻസി പറയട്ടെ. ഡോക്ടറെ ഞാൻ പറഞ്ഞോട്ടെ, RMPIയോ ആരും തന്നെ ന്യായീകരിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തന്നെ എനിക്ക് വന്ന് നാക്കുപിഴയാണെന്നും അതിനകത്ത് നിയമപരമായ കുറ്റമൊന്നുമില്ല, പക്ഷെ അത് RMPI ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായി, രാഷ്ട്രീയത്തിന് യോജിക്കാത്ത ചില പ്രയോഗങ്ങൾ എന്റെ വായിൽ നിന്ന് വന്നു. അതിന് നിരുപാധികം ക്ഷമ ചോദിച്ചു. അങ്ങനെ ക്ഷമ ചോദിക്കുന്ന പ്രക്രിയ കേരളീയ സമൂഹം മുൻപ് കണ്ടിട്ടുണ്ടാ? എത്രയോ CPMന്റെ സമ്മതരായ നേതാക്കന്മാർ സ്ത്രീകളെ അവഹേളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയ, പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ വിജയരാഘവൻ, അതുപോലെ തന്നെ MM മണി, എത്രയോ പേർ, മുൻ മന്ത്രിമാർ, CPMന്റെ സമ്മതിത നേതാക്കന്മാർ, ഇവരൊന്നും തന്നെ ആരും മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ, ക്ഷമ ചോദിച്ചിട്ടില്ലല്ലോ. അതിനുള്ള മര്യാദയെങ്കിലും ഹരിഹരൻ കാണിച്ചല്ലോ. ഇത് അങ്ങനെ ക്ഷമ ചോദിച്ചാലും ഞങ്ങൾ ആരും അതിനെ ന്യായീകരിച്ചിട്ടില്ല. അത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായവും. അത് നമ്മൾ കേരളീയ സമൂഹത്തിന്റെ മുൻപിൽ തെറ്റ് പറ്റി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയൂല. അത് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റ പറയും, കൂട്ടായി വേണമെങ്കിൽ കൂട്ടായിട്ട് പറയും. ഇതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഞങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് പറയുമ്പോൾ CPMനോ CPMന് വേണ്ടി വർത്താനം പറയുന്ന ആളുകൾക്കോ പ്രയാസമുണ്ടായിട്ട് കാര്യമില്ല. അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന പുതിയൊരു നാളേക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ, ഈ വയനാട് കോളേജിന്റെ കാര്യം നേരത്തെ ആങ്കർ സൂചിപ്പിച്ചല്ലോ. വയനാട് സിദ്ധാർത്ഥനെ കൊല ചെയ്തത് ആരാ? അവിടുത്തെ SFIയുടെ നേതാക്കൾ, യൂണിയന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ പ്രതികൾ. എന്നിട്ട് CPM കണ്ടെത്തുന്ന ന്യായം എന്താ? സൈബർ പോരാളികള്. ആ പ്രതികളിൽ ഒരാളുടെ വീട്ടുകാർക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നാണ്. എത്രയോ കുടുംബങ്ങൾ കോൺഗ്രസ് ബന്ധമുണ്ട്. എന്റെ ഫാമിലി കോൺഗ്രസ് ഫാമിലിയാണ്. ഞാൻ SFIയിലൂടെ പൊതുപ്രസ്ഥാനത്തിൽ വന്നയാളാണ്. 30 കൊല്ലം CPMലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വന്നയാള് കമ്മ്യൂണിസ്റ്റ് ആയത്, SFI ആയത് ആ പ്രസ്ഥാനത്തിനുള്ള സേവയുടെ വർഷങ്ങൾക്ക് മുൻപാണ്. ഇവിടെ എന്താ അങ്ങനെ അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം അന്വേഷിച്ചു പോകേണ്ട കാര്യം? വയനാട് ഈ കോളേജിനകത്ത് SFI മാത്രമേ ഉള്ളൂ. അവിടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ ദിവസങ്ങളോളം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച് അവരെ ശാരീരികമായി മർദ്ദിച്ച് അവശനാക്കി അവസാനം കൊന്ന് കെട്ടിത്തൂക്കി. ഒന്ന്. രണ്ട്, കൂടെ പ്രവർത്തിക്കുന്ന AISFന്റെ സംസ്ഥാന കമ്മിറ്റി നേതാവായ ഒരു ദളിത് പ്രവർത്തക കൂടിയായ വനിതാ പ്രവർത്തകയെ കടവയറ്റിന് ചവിട്ടിയ നേതാവല്ല ഇപ്പൊ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ. തെരഞ്ഞെടുപ്പിന് എല്ലാവരും ഒന്നിച്ച് ഇടതുപക്ഷം പറഞ്ഞു വരുമ്പോ ഇതുകൂടി പരിശോധിക്കണ്ടേ? കൂടെ പ്രവർത്തിക്കുന്നവരെ പക്കിനിടിക്കുന്ന ആളുകൾ എങ്ങനെ അന്യന്റെ ശബ്ദം? ഇവിടെയാണ് സഹിഷ്ണുതയുടെ രാഷ്ട്രീയം. അസഹിഷ്ണുത പാടില്ല. ഇത് ആർക്കായാലും പാടില്ല. ഞാൻ പറയുന്നത് ഇത് CPM മാത്രം എന്താ പറയാ അസഹിഷ്ണുതയുടെ ആളുകളൊന്നുമല്ല. അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യക്കകത്തുണ്ട്. ആ അസഹിഷ്ണുത വെച്ച് പുലർത്തി എതിരാളികളെ ഉന്മൂലനം ചെയ്ത് അങ്ങനെ സുഖമായി മുന്നോട്ട് പോകാമെന്ന് ധരിച്ചാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് നടക്കില്ല, എന്നും വിജയിക്കില്ല. ഇപ്പൊ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ, നേരത്തെ ആങ്കർ ചോദിച്ച ഇതിന്റെ CPMന്റെ നേതൃത്വം അറിയാത്തത് നടക്കില്ല. ഒരു സംശയവും വേണ്ട. CPMന്റെ ഉന്നത നേതൃത്വം ആലോചിച്ചിട്ട് തന്നെയാണ് CPMന്റെ അടിത്തട്ടിലുള്ള ഓരോ പ്രവർത്തനവും നടക്കുന്നത്. അത് ബോംബുണ്ടാക്കലാകാം, ചന്ദ്രശേഖരന്മാരെ വെട്ടിക്കൊല്ലലാകാം, എല്ലാം. നിങ്ങൾ പരിശോധിച്ചോ. ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ആ പ്രതികൾക്ക് വേണ്ടി വാദിച്ച നേരത്തെ പറഞ്ഞ ലക്ഷത്തിന്റെ കണക്കാ. രാമൻപിള്ള വക്കീൽ കോടിയാണ് കൊടുത്തേക്കണേ, കോടി. കേസ് കോടികൾ മുടക്കുകയാണ്. ജനങ്ങളുടെ നിന്ന് പിരിക്കും, അല്ലെങ്കിൽ തന്നെ CPMന്റെ ഫണ്ട് ഉണ്ട്, അത് കൊടുക്കുന്നു. ആ പ്രതികളുടെ മുഴുവൻ ദിനചര്യകളും നിയന്ത്രിക്കുന്നത് CPM ആണ്. അതിനുവേണ്ടി CPMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തുകയാണ്.
കോടതിക്കകത്ത് ഈ കേസിന് പ്രതികളെ കൊണ്ടുവരുമ്പോ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ കോടതി മുറ്റത്തുണ്ട്. വക്കീലിനെ കാണുന്നു, പ്രതികളെ കാണുന്നു, വിശദാന്വേഷണം നടത്തുന്നു, അവർക്ക് പരോൾ അനുവദിക്കും. എത്ര ദിവസം? കുഞ്ഞനന്തനൊക്കെ ജയിലിൽ കിടന്നതിന്റെ ഇരട്ടി ദിവസം പുറത്തുണ്ട്. എല്ലാ പ്രതികളും പുറത്തുണ്ട്. അവര് പുറത്തു നടന്ന് വീണ്ടും കൊട്ടേഷൻ നടത്തുന്നു, ജയിലിനകത്ത് കിടന്ന് നടത്തുന്നു, പോലീസ് അവർക്ക് ഒത്താശ ചെയ്യുന്നു. ഇതൊക്കെ കേരളീയ സമൂഹം പച്ചയ്ക്ക് കാണാണ്. ഇതൊക്കെ നടക്കുമ്പോ ഇവിടെ ഒരു ന്യായീകരണ തൊഴിലാളികൾ മിണ്ടില്ല. എന്നിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരുടെയും പ്രവർത്തിച്ച് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ ഉടനെ ഇവരെല്ലാവരും ചാടി പുറപ്പെടും. എല്ലാ സാംസ്കാരിക നായകന്മാരും വരും. പിന്നെ അതിനെതിരെ ചർച്ചയായി മാപ്പ് പറഞ്ഞാലും ഒരു രക്ഷയില്ല. അവിടെ വന്ന് ബോംബെറിയുക. ബോംബെറിഞ്ഞതിനെ പറ്റി ഈ ഹരിഹരന്റെ വീട്ടിൽ ബോംബെറിഞ്ഞപ്പോ ഹരിഹരൻ തെറ്റ് ചെയ്തെങ്കിൽ നിയമപരമായിട്ട് നടപടി മുന്നോട്ട് പോട്ടെ, അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കാം. പക്ഷെ ബോംബെറിഞ്ഞു. പോലീസ് പറയുന്നത് എന്താ? അവിടെ പടക്കം പൊട്ടിന്ന എന്താ? മലപ്പുറത്ത് രണ്ടു ദിവസം മുമ്പ് വല്ല വിഷു ഉണ്ടാ, വല്ല ആഘോഷം ഉണ്ടാ, പടക്കം പൊട്ടിന്റെ പോലീസ് പറയാണ്. ഫോറൻസിക് വിഭാഗം വന്ന് പരിശോധിച്ചിട്ടില്ല. അപ്പോഴേക്ക് പോലീസ് പറയാം ഇതെന്തോ പടക്കം പൊട്ടിത്ത. ഇങ്ങനെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ UP ജോസഫിനും ബാലഗോപാലിനും ഒക്കെ തലതല്ലി പിടിച്ച കഥ. ഞാനൊക്കെ അന്ന് DYFI SFIയിലുണ്ട്, ഞങ്ങളൊക്കെ അതിന്റെ ഒപ്പുണ്ട്. എന്നെയും പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിലുള്ള ആൾക്കാർക്കറിയാം. മന്ത്രിയെ തെരുവിൽ തടഞ്ഞ സ്ക്വാഡിൽ പെട്ട ആളായിരുന്നു ഞാൻ 86-ല്. അന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാതെ എന്താ പറയാ പെട്ടുപോയ ഞങ്ങളെ രക്ഷപ്പെടുത്തി അന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരാ. അതാ ജനാധിപത്യം. ഈ UP ജോസഫൊക്കെ സമരം ചെയ്ത് തലതല്ലി പൊളിച്ചപ്പോ കോൺഗ്രസ്സുകാരോ BJP-കാരോ ആയിരുന്നോ? അല്ലെങ്കിൽ അവരുടെ ഗുണ്ടകളായിരുന്നോ? പോലീസല്ലേ? പിണറായിക്ക് പോലീസില്ലേ? പോലീസ് കൈകാര്യം ചെയ്യട്ടെ. പക്ഷെ DYFI-ക്കാർ, പിണറായിയുടെ ഗുണ്ടകൾ റോട്ടിലിറങ്ങി സമരക്കാരെ തല്ലിയാലോ? അതാണ് ഈ ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് സ്വഭാവം എന്ന് ഞങ്ങളൊക്കെ പറയണത്. ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു ജർമ്മനിയില്. അവിടെ ഹിറ്റ്ലറുടെ ഗുണ്ടകളാണ് ഈ എന്താ പറയാ എതിരാളികളെ കൈകാര്യം ചെയ്യുന്നത്. ആ ഗുണ്ടകളെയാണ് പിന്നീട് ഹിറ്റ്ലർ പട്ടാളക്കാരാക്കിയത്. കേരളത്തിൽ അതിന്റെ സ്ഥിതി. DYFI-ക്കാർ പിണറായി വിജയന് വേണ്ടി ആയുധമെടുത്ത് രംഗത്തിറങ്ങുന്നു, സമരക്കാരെ തല്ലിയൊതുക്കുന്നു. ഇവരൊക്കെ തന്നെ മറ്റു പല പിൻവാതിലിലൂടെ പോലീസും മറ്റു സർക്കാർ ഉദ്യോഗങ്ങളിലും വരുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് കേരളത്തിൽ നടക്കണേ. അതുകൊണ്ടാണ് PSC നിയമനങ്ങൾ ശരിയായി നടക്കില്ല. അവിടെ ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് കണ്ടല്ലോ, SFIയുടെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ PSC റാങ്ക് ലിസ്റ്റിൽ 1, 2 വരികയാണ്. എങ്ങനെ വന്നതൊക്കെ പരിശോധിച്ചല്ലോ. കേരളീയ സമൂഹം ചർച്ച ചെയ്താൽ എങ്ങനെയാണ് പിൻവാതിൽ നിയമനം നടക്കണ കേരളത്തിൽ? ഇതൊക്കെ നടക്കുമ്പോ അതിനൊന്നും ന്യായീകരിക്കാൻ വരരുത്. ഇത് ശരിയല്ലാന്നെങ്കിലും CPM-ന്റെ പ്രാദേശിക പ്രവർത്തകർക്ക് മാന്യന്മാർക്ക് തോന്നണം. ഇപ്പൊ ചന്ദ്രശേഖരന്റെ കേസ് നേരത്തെ ഡോക്ടർ ജയരാജൻ പറഞ്ഞല്ലോ, അത് വളരെ ബ്രൂട്ടലായിരുന്നു. ഇത് അന്നേ പറയണം. ഇവിടെ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, CPM-ന് വേണ്ടി വർത്തമാനം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിയല്ലാത്തത് കണ്ടാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറയും. അത് നമ്മുടെ CPM-ന്റെ നിരപരാധികളായ സതുദ്ദേശപരമായി കാര്യത്തെ നോക്കിക്കാണുന്ന അണികൾ, പ്രാദേശിക പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതാണ്. പിണറായി വിജയനും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഒരു തരം ബിസിനസ് രാഷ്ട്രീയ കൈകാര്യം ചെയ്യണേ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുമ്പോ പിണറായി വിജയനും കുടുംബത്തിനും എങ്ങനെയാ 10 ദിവസത്തേക്ക് ടൂർ പോകാൻ കഴിയണേ? എങ്ങനെയാ കഴിയണത്? അത് ഈ രാജ്യത്തെ ജനങ്ങളോട് ഇവർക്കൊരു താല്പര്യമില്ല. രാജ്യം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനും എന്റെ ഭാര്യയും എന്റെ കുടുംബവും അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയണം. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കലല്ല, തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, പാർശ്വവൽക്കരിക്ക് പെട്ടവർക്ക് വേണ്ടിയല്ല. ഇത് തന്റെ സ്വന്തം സുഖത്തിന് വേണ്ടി, തന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്യും. അതിനെ ന്യായീകരിക്കാൻ കുറെ എന്താ പറയാ ഏറാൻ മൂലികളെ ഉണ്ടാക്കിയിടുന്ന ഫാസിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭീതി വിതയ്ക്കുന്ന രാഷ്ട്രീയം കേരളത്തിലും ഇന്ത്യയിലും നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇത് അപകടകരമാണ്. ഇത് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ പറയണത്. അതിനകത്ത് ഞങ്ങളോട് പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 30 വർഷം CPM-നകത്ത് പ്രവർത്തിച്ച പരിചയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്, CPM-ന്റെ ഉന്നത നേതൃത്വം അറിയാതെ ഒരു കാര്യവും ഈ കേരളത്തിൽ നടക്കില്ല. ബോംബുണ്ടാക്കലാകാം, നല്ല കാര്യം ചെയ്യലായാലും ചീത്ത കാര്യമായാലും. ഇപ്പൊ എന്ത് CPM-ന്റെ പ്രവർത്തകര്, പ്രാദേശിക പ്രവർത്തകർ, നേതാക്കന്മാരൊക്കെ പുറത്തു പറയാൻ പറ്റാത്ത കേസുകളിൽ പെടണേ? എന്താ ഇതിന്റെ കാര്യം? 10-25 വർഷം മുമ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിന്റെ കാരണം
നേതാക്കന്മാർ മോന്തായത്തിന് വളവ് സംഭവിച്ചാൽ എല്ലാം വളയും. അതെ. അവിടെയാണ് പ്രശ്നം. നേതാക്കന്മാർക്ക് തെറ്റുപറ്റിയാൽ എല്ലാ പ്രാദേശിക പ്രവർത്തനത്തിലേക്ക് അത് വ്യാപിക്കും. CPM എന്തിനാണ് വ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ദുരന്തം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ബോംബ് ഉണ്ടാക്കുന്ന ആളുകളെ തള്ളി പറഞ്ഞാൽ ഇപ്പുറത്തോട് പോയി സഹായിക്കും. അതുകൊണ്ട് കേരളം കാണുകയാണ്. യെസ്, എന്തായാലും ക്രിമിനലുകളെ, കൊലയാളികളെ ആദ്യം തള്ളിപ്പറയും, പിന്നെ ചേർത്ത് നിർത്തും, വീരപരിവേഷം നൽകി രക്തസാക്ഷികളാക്കും, അവർക്ക് സ്മാരകം പണിയാൻ ഫണ്ട് പിരിവ് നടത്തും, കൊലപാതകികൾക്ക് സംരക്ഷണ കവചം തീർക്കും, അവരുടെ കേസ് നടത്തും, കുടുംബത്തെ ഏറ്റെടുക്കും. ഈ പാർട്ടിയെ പറ്റി പിണറായി പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ പറ്റി ആർക്കും ഒരു ചുക്കും അറിയില്ല. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.